നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. ഒമാനിൽ റെസ്റ്റോറന്റിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മലയാളി ദമ്പതികൾ മരണപ്പെട്ടു. മരിച്ചത് റെസ്റ്റോറന്റ് മുകളിലത്തെ നിലയിൽ താമസിച്ചിരുന്ന തലശ്ശേരി സ്വദേശികളായ പങ്കജാഷനും ഭാര്യ സജിതയും. അപകട കാരണം പാചകവാതക ചോർച്ചയെന്ന് നിഗമനം. ഇന്ത്യക്കാർക്ക് വൻ തിരിച്ചടി. പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് 5% നികുതി ചുമത്താൻ ഒരുങ്ങിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബില്ല് US ജനപ്രതിനിധി സഭയിൽ അവതരിപ്പിച്ചു. അമേരിക്കയുടെ ഉയർന്ന ക്രെഡിറ്റിംഗ് റേറ്റ് കുറച്ച് ആഗോള ക്രെഡിറ്റിംഗ് റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ്. റേറ്റിംഗ് കുറച്ചത് കടം പെരുകുന്നത് തടയുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി. ഭീകരവാദത്തിനെതിരായ നിലപാട് വിശദീകരിക്കാൻ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സർവകക്ഷി സംഘത്തിനൊപ്പം പോകുമെന്ന നിലപാടിൽ ഉറച്ച ശശി തരൂർ. രാഷ്ട്രീയത്തെക്കാൾ പ്രധാനം രാഷ്ട്രമെന്ന് തരൂർ. പാർട്ടി കൈമാറിയ പട്ടിക അവഗണിച്ച് തരൂരിനെ ഉൾപ്പെടുത്തിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് കോൺഗ്രസ്. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിന് ഇരകളായവർക്ക് അവശ്യ സഹായം എത്തിച്ച് സൈന്യം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ കേസ് ഒഴിവാക്കാൻ വൻ തുക കൈക്കൂലി ആവശ്യപ്പെട്ട സംഭവത്തിൽ കൊച്ചിയിലെ ED ഉന്നത ഉദ്യോഗസ്ഥനെ 1-ാം പ്രതിയാക്കി വിജിലൻസ് കേസ്. പ്രതി ചേർത്തത് ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ. കേസ് ഒതുക്കാൻ EDയുടെ ഇടനിലക്കാർ 2 കോടി രൂപ ആവശ്യപ്പെട്ടുവെന്ന പരാതിയുമായി കൊല്ലത്തെ മറ്റൊരു വ്യവസായി കൂടി രംഗത്ത്. മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള ഇന്നത്തെ ദൗത്യം പ്രതികൂല കാലാവസ്ഥയിൽ അവസാനിപ്പിച്ചു. വനം വകുപ്പിന്റെ ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞു. ദൗത്യത്തിനിടെ നിലമ്പൂർ സൗത്ത് DFO ധനിക് ലാലിനെ തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് മാറ്റി. ACF K രാഗേഷിന് പകരം ചുമതല. ആദ്യം ഗൾഫ് വാർത്തകൾ നോക്കാം. ഒമാനിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ 2 മലയാളികൾ മരിച്ചു. കണ്ണൂർ സ്വദേശികളായ ഭാര്യയും ഭർത്താവുമാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ഒമാനിലെ ബൌഷറിലെ റെസ്റ്റോറന്റിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിലാണ് മലയാളി ദമ്പതികൾ മരണപ്പെട്ടത്. കണ്ണൂർ തലശ്ശേരി 6-ാം മൈൽ സ്വദേശികളായ V പങ്കജാക്ഷൻ, ഭാര്യ K സജിത എന്നിവരാണ് മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെയാണ് അപകടം നടന്നത്. റെസ്റ്റോറന്റിന് മുകളിലത്തെ നിലയിലാണ് പങ്കജാക്ഷനും സജിതയും താമസിച്ചിരുന്നത്. വർഷങ്ങളായി ഒമാനിലെ വിവിധ കമ്പനികളിലായി ജോലി ചെയ്തു വരികയായിരുന്നു ഇരുവരും. സ്ഫോടനത്തെ തുടർന്ന് കെട്ടിടം ഭാഗികമായി തകർന്നു വീണു. പാചകവാതക ചോർച്ചയെ തുടർന്നുണ്ടായ സ്ഫോടനമാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക തെളിവുകൾ സൂചിപ്പിക്കുന്നതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി വ്യക്തമാക്കി. മസ്കറ്റ് ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അംഗങ്ങളെത്തി രക്ഷാപ്രവർത്തനം നടത്തി. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. തീവണ്ടിയുടെ ചൂളം വിളിക്കായി കാത്തിരിക്കുകയാണ് UAE. എത്തിഹാദ് റെയിൽ സർവീസ് അടുത്ത വർഷം പ്രവർത്തനം തുടങ്ങുമെന്ന് സേവനദാതാക്കളായ എത്തിഹാദ് റെയിൽ ഔദ്യോഗികമായി അറിയിച്ചു. UAE സൗദി അതിർത്തിയായ അബുദാബിയിലെ ഗുഫായത്തിൽ നിന്നും രാജ്യത്തിന്റെ കിഴക്കേ അറ്റത്തുള്ള ഫുജറ വരെ നീളുന്നതാണ് എത്തിഹാദ് റെയിൽ നെറ്റ്വർക്ക്. UAE നിവാസികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന എത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ സർവീസ് അടുത്ത വർഷം ആരംഭിക്കും. രാജ്യത്തെ 11 നഗരങ്ങളെയും പ്രധാന സ്ഥലങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് എത്തിഹാദ് റെയിൽപാത പൂർത്തിയായിരിക്കുന്നത്. 200 കിലോമീറ്റർ വേഗതയിലോടുന്ന ട്രെയിനുകൾ UAE സൗദി അതിർത്തിയായ അബുദാബിയിലെ ഗുവൈഫത്തിൽ നിന്നും രാജ്യത്തിന്റെ കിഴക്കേ അറ്റത്തുള്ള ഫുജൈറ എമിറേറ്റിലേക്ക് സർവീസ് നടത്തും. ഇതോടെ രാജ്യത്തെ പ്രധാന ഇടങ്ങൾ തമ്മിലുള്ള യാത്രാ സമയത്തിൽ ഗണ്യമായ കുറവുണ്ടാകും. 1200 കിലോമീറ്ററിലേറെ ദൈർഘ്യം വരുന്നതാണ് എത്തിഹാദ് റെയിൽ നെറ്റ്വർക്ക്. നിലവിൽ ചരക്ക് തീവണ്ടികൾ പൂർണ്ണതോതിൽ സർവീസ് ആരംഭിച്ചു കഴിഞ്ഞു. ഫുജൈറയിലെ സഗംകം, ഷാർജ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ സ്റ്റേഷനുകളും പ്രഖ്യാപിച്ചു. ദുബായിൽ ജുമേറ ഗോൾഫ് എസ്റ്റേറ്റിന് സമീപവും അബുദാബിയിൽ ദൽമ മാളിനും മുസഫ ബസ് സ്റ്റേഷനും ഇടയിലുമായിരിക്കും പാസഞ്ചർ സ്റ്റേഷനുകൾ എന്നാണ് ലഭിക്കുന്ന വിവരം. അബുദാബിയിൽ നിന്നും ദുബായിലേക്ക് 57 മിനിറ്റും അബുദാബി ഫുജൈറ 105 മിനിറ്റുമായിരിക്കും യാത്രാസമയം. 400 യാത്രക്കാരെ ഉൾക്കൊള്ളാനാകുന്ന ട്രെയിനുകളിൽ വൈഫൈ, ചാർജിംഗ് പോയിന്റ്സ്, ഭക്ഷണപാനീയ കൗണ്ടറുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഉണ്ടാകും. ദുബായിലെ പൊതുഗതാഗത സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്ന നോൾ കാർഡുകൾ ഉപയോഗിച്ച് എത്തിഹാദ് റെയിലിലും യാത്ര ചെയ്യാനാകും. ഒമാനെയും UAEയും ബന്ധിപ്പിക്കുന്ന ഹഫീദ് റെയിൽ പദ്ധതിയും അബുദാബി, ദുബായ് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന അതിവേഗ ട്രെയിൻ സർവീസും എത്തിഹാദ് റെയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, ദുബായ്.
ഇന്ത്യയിൽ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെത്തിയ ഹജ്ജ് തീർത്ഥാടകർക്ക് OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി ജിദ്ദ കിങ് അബ്ദുൾ അസീസ് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം. ഹജ്ജ് തീർത്ഥാടകരിൽ കോൺഗ്രസ് നേതാവ് മൊയ്തീൻ കുട്ടി മൂന്നിയാറിനെ OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി എയർപോർട്ടിൽ സ്വീകരിച്ചു. അസീസ് ലാക്കൽ, മൊയ്തീൻ കുട്ടി, മുജീബ് പാക്കട, ഇസ്മായിൽ കൂരിപ്പൊയിൽ, UM ഹുസൈൻ മലപ്പുറം, ഹക്കീം പാറക്കൽ എന്നിവർ സ്വീകരണ പരിപാടിക്ക് നേതൃത്വം നൽകി. മക്കയിലെത്തുന്ന ഹജ്ജ് തീർത്ഥാടകർക്ക് സ്വാതന്ത്ര്യമായി മാറുകയാണ് മക്കയിലെ OICC പ്രവർത്തകർ. OICCയുടെ വനിതകളും കുട്ടികളും ഉൾപ്പെടെ എല്ലാ ദിവസവും ഹാജിമാരെ സ്വീകരിക്കുന്നതിനും അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കുന്നതിനും പ്രത്യേകം കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ടാണ് പ്രവർത്തനം നടത്തുന്നത്. ഇന്ന് മക്കയിലെത്തിയ ഇന്ത്യയിൽ നിന്നുമുള്ള തീർത്ഥാടകർക്ക് ഗിഫ്റ്റുകൾ, ഭക്ഷണ കിറ്റുകൾ ഉൾപ്പെടെ നൽകിയാണ് സ്വീകരിച്ചത്. ചീഫ് കോർഡിനേറ്റർ അബ്ദുൾ റഷീദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ വിങ്ങും മക്കയിലെ എല്ലാ ഹോസ്പിറ്റലിലും ഇവരുടെ സേവനം ലഭ്യമാണെന്ന് സംഘാടകർ അറിയിച്ചു. കേരളത്തിൽ നിന്നും കൊച്ചി വഴി പുറപ്പെട്ട ആദ്യ ഹജ്ജ് സംഘം ഇന്ന് പുലർച്ചെ ജിദ്ദയിലെത്തി. ഹജ്ജ് ടെർമിനലിലെത്തിയ തീർത്ഥാടകരെ ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് സ്റ്റാഫ്, സൗദി ഹജ്ജ് മിഷൻ ജീവനക്കാർ, ജിദ്ദയിലെ വിവിധ സംഘടനയുടെ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ജിദ്ദ KMCC ഹജ്ജ് സെല്ലിന്റെ വനിതകളടക്കമുള്ള വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി മക്കയിലേക്ക് അയച്ചു. ജിദ്ദ എയർപോർട്ടിൽ നിന്നും മെട്രോ വഴി മക്കയിലെത്തിയ തീർത്ഥാടക സംഘത്തിന് മക്ക KMCC അടക്കമുള്ള വിവിധ സംഘടനകളുടെ സന്നദ്ധ പ്രവർത്തകർ സ്വീകരണം നൽകിയിരുന്നു. ICC, നവോദയ, ICF, RSC, വിഖായ, തനിമ തുടങ്ങിയ വിവിധ സംഘടനകളുടെ സന്നദ്ധ പ്രവർത്തകരും തീർത്ഥാടകരെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. ഇന്ത്യയിൽ നിന്നും ഇതുവരെ 50,000-ലധികം ഹജ്ജ് തീർത്ഥാടകർ എത്തിക്കഴിഞ്ഞു. കുവൈറ്റിൽ നിന്നും മനിലയിലേക്ക് പുറപ്പെടാനിരുന്ന ഫിലിപ്പിനോ ഗാർഹിക തൊഴിലാളി വിമാനം പുറപ്പെടുന്നതിന് തൊട്ടുമുൻപ് കാണാതായതായി ആശങ്ക പരത്തി. ഈ സ്ത്രീ പതിവ് വിമാനത്തിൽ നാട്ടിലേക്ക് പോകേണ്ടതായിരുന്നു. എന്നാൽ ബോർഡിംഗ് ഗേറ്റ് അടയ്ക്കുന്നതിന് തൊട്ടു മുൻപ് അവരെ കാണാതായി. ഉടൻ തന്നെ തിരച്ചിൽ ആരംഭിക്കുകയും ഒടുവിൽ അവരെ വിമാനത്താവളത്തിലെ ശുചിമുറിയിൽ കണ്ടെത്തുകയും ചെയ്തു. പെട്ടെന്നുള്ള തിരോധാനത്തിന് പിന്നിലെ കാരണം വിശദീകരിക്കാൻ ഫിലിപ്പിനോ യുവതി തയ്യാറായില്ല. സ്ത്രീയുടെ സുരക്ഷ ഉറപ്പാക്കാനും നിയമപരമായ ലംഘനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് സ്ഥിരീകരിക്കാനും സുരക്ഷാ ഉദ്യോഗസ്ഥർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അവരുടെ യാത്ര മറ്റൊരു വിമാനത്തിൽ പുനഃക്രമീകരിച്ചു. കുവൈറ്റിൽ ഫയർഫോഴ്സ് സ്ഥാപിക്കുന്ന ഔദ്യോഗിക സീൽ, സ്റ്റിക്കർ എന്നിവ നീക്കം ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കുവൈറ്റ് ഫയർഫോഴ്സ്. സോഷ്യൽ മീഡിയയിൽ ഇത്തരം ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെ തുടർന്ന് ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി സ്വീകരിച്ചതായും ഫയർഫോഴ്സ് വ്യക്തമാക്കി. ഔദ്യോഗിക മുദ്രകളിൽ കൃത്രിമം കാണിക്കുന്നത് ക്രിമിനൽ കുറ്റമാണെന്ന് ഫയർഫോഴ്സ് PR ഡയറക്ടർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് ബദർ ഇബ്രാഹിം വ്യക്തമാക്കി. ഇത്തരം പ്രവർത്തനം ഔദ്യോഗിക സ്ഥാപനങ്ങളുടെ അധികാരത്തെയും പ്രോട്ടോകോളുകളെയും ലംഘിക്കുന്നതാണ്. ഔദ്യോഗിക ചിഹ്നങ്ങൾ സംരക്ഷിക്കുന്നതിൽ പൊതുജനങ്ങളും പങ്കാളികളാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇനി മറ്റു വാർത്തകൾ നോക്കാം. അമേരിക്കയുടെ ഉയർന്ന ക്രെഡിറ്റിംഗ് റേറ്റ് ആഗോള ക്രെഡിറ്റിംഗ് റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് കുറച്ചു. കടം പെരുകുന്നത് തടയുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റേറ്റിംഗ് കുറച്ചത്. അതേസമയം അമേരിക്കയിൽ നിന്നും അയക്കുന്ന പണത്തിന് 5% നികുതി ഏർപ്പെടുത്തിയ നടപടി ഇന്ത്യക്കാർക്കടക്കം ഇരുട്ടടിയാകും. അധിക തീരുവ ഉൾപ്പെടെയുള്ള നയങ്ങളുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ടു പോകുന്നതിനിടെയാണ് അമേരിക്കയുടെ ഉയർന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ആഗോള ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയായ മൂഡീസ് കുറച്ചത്. US സർക്കാരിന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് താഴ്ത്തിയ 3 പ്രധാന റേറ്റിംഗ് ഏജൻസികളിൽ അവസാനത്തേതാണ് മൂഡീസ്. സർക്കാരുകൾ കടം പെരുകുന്നത് തടയുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റേറ്റിംഗ് കുറച്ചത്. USന്റെ ക്രെഡിറ്റ് റേറ്റിംഗ് AAA-യിൽ നിന്ന് AA1 ആക്കിയാണ് മൂഡീസ് കുറച്ചത്. വർദ്ധിച്ചുവരുന്ന വാർഷിക ധനക്കമ്മിയും പലിശ ചെലവും തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് മൂഡീസ് വിലയിരുത്തി. USന്റെ കടത്തിൽ ഇനിയും വർധനവുണ്ടാകുമെന്നാണ് മൂഡീസിന്റെ വിലയിരുത്തൽ. റിപ്പബ്ലിക് പാർട്ടി രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല എന്ന ആക്ഷേപമുയരുന്നുണ്ട്. അതേസമയം US-ൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പണം അയക്കുമ്പോൾ 5% നികുതി ചുമത്താനുള്ള തീരുമാനം ഇന്ത്യക്കാർക്കുൾപ്പെടെ തിരിച്ചടിയാകും. ഓരോ വർഷവും $2,300 കോടി ഇന്ത്യക്കാർ നാട്ടിലേക്ക് അയക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇതിൽ 5% നികുതി വന്നാൽ അത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് കനത്ത തിരിച്ചടിയാകും. ഉടനെ നിയമം നടപ്പിലാക്കാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം. ഈ നടപടി അമേരിക്കയിലെ ഇന്ത്യക്കാർക്ക് കനത്ത തിരിച്ചടിയാകും. അതിനൊപ്പം ട്രംപ് നടത്തുന്ന അധിക തീരുവ അടക്കമുള്ള നീക്കങ്ങൾക്ക് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് തന്നെ ദോഷമാകുമെന്നും വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള സർവകക്ഷി സംഘത്തിൽ കോൺഗ്രസ് നൽകിയ പട്ടികയിൽ ശശി തരൂർ ഇല്ല. കേന്ദ്ര സർക്കാരിനോട് കോൺഗ്രസ് നിർദ്ദേശിച്ച പേരുകൾ ജയറാം രമേശ് പുറത്തുവിട്ടു. എന്നാൽ കേന്ദ്രം പുറത്തുവിട്ട പട്ടികയിൽ തരൂരിന്റെ പേരുണ്ടായിരുന്നു. സർക്കാർ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയത് ബഹുമതിയായി കാണുന്നുവെന്ന് ശശി തരൂർ പറഞ്ഞു.
ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന്റെ ഭീകരത ലോകത്തിന് മുന്നിൽ വിളിച്ചു പറയാൻ കേന്ദ്ര സർക്കാർ 7 സംഘങ്ങളെയാണ് വിവിധ രാജ്യങ്ങളിൽ അയക്കുന്നത്. കോൺഗ്രസിന്റെ ശശി തരൂർ, DMK-യുടെ കനിമൊഴി, NCP-യുടെ സുപ്രിയ സുലെ എന്നിവരാണ് പ്രതിനിധി സംഘത്തെ നയിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ളവർ. ഇതിനു പുറമെ BJP-യുടെ രവിശങ്കർ പ്രസാദ്, ബൈജയന്ത് പാണ്ഡെ, JDU-വിന്റെ സഞ്ജയ് കുമാർ ഝാ, ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെ എന്നിവരാണ് പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ഭരണമുന്നണിയിൽ നിന്നുള്ളവർ. കേന്ദ്ര സർക്കാർ പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെ തങ്ങൾ നൽകിയ പട്ടിക കോൺഗ്രസും പുറത്തുവിട്ടു. എന്നാൽ ആ പട്ടികയിൽ ശശി തരൂർ ഉൾപ്പെട്ടിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. ആനന്ദ് ശർമ്മ, ഗൗരവ് ഗഗോയ്, സയ്യിദ് നസീർ ഹുസൈൻ, രാജ ബ്രോർ എന്നിവരാണ് കോൺഗ്രസ് പുറത്തുവിട്ട പട്ടികയിലുള്ളത്. രാഹുൽ ഗാന്ധി നേരിട്ടാണ് പട്ടിക തയ്യാറാക്കിയത്. ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സ്വീകരിച്ച രാഷ്ട്രീയ നിലപാടുകൾക്ക് വിരുദ്ധമായി ശശി തരൂർ നിലകൊള്ളുകയും കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് പാർട്ടിയെ നിരന്തരം പ്രതിരോധത്തിലാക്കുമ്പോഴാണ് പാർട്ടി പട്ടികയിൽ നിന്ന് തരൂർ ഒഴിവാക്കപ്പെട്ടത്. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം ബഹുമതിയായി കാണുന്നുവെന്നാണ് ശശി തരൂരിന്റെ പ്രതികരണം. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് അറിയിക്കാനുള്ള സർവകക്ഷി സംഘത്തെ നയിക്കുന്നതിൽ അഭിമാനമെന്നും തരൂർ എക്സിൽ കുറിച്ചു. കോൺഗ്രസിനെ വെട്ടിലാക്കാനുള്ള കേന്ദ്രത്തിന്റെ തന്ത്രപൂർവമായ നീക്കത്തെ പാർട്ടി എങ്ങനെ നേരിടുമെന്നാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിന് പ്രസക്തിയുള്ളൂവെന്ന് ശശി തരൂർ MP. നിലവിലെ വിവാദം പാർട്ടിക്കും സർക്കാരിനും ഇടയിലെന്നും ഇതിൽ രാഷ്ട്രീയം കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തന്നെ അപമാനിക്കാൻ അത്ര എളുപ്പത്തിൽ സാധിക്കില്ല. സർക്കാർ വിളിച്ചു, അതിന് അഭിമാനത്തോടുകൂടി യെസ് പറഞ്ഞുവെന്നും ശശി തരൂർ തിരുവനന്തപുരത്ത് പറഞ്ഞു. അനാവശ്യമായിട്ട് വേറെ ചർച്ചയിലൊക്കെ കിടക്കുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു കാര്യം പുതിയതല്ല. എൻ്റെ അറിവിൽ ഞാൻ ആ സമയത്തൊക്കെ ഇന്ത്യയിലേ ഉണ്ടായിരുന്നില്ല, രാഷ്ട്രത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ 2008 നമ്മുടെ മുംബൈ ആക്രമണം സംഭവിച്ചപ്പോഴും എൻ്റെ ഓർമ്മയിൽ മൻമോഹൻ സിംഗ് സർക്കാരും പിന്നെ MP-മാർ ഡെലിഗേഷൻസ് പല രാജ്യങ്ങൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. വിദേശ പര്യടനത്തിനായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ക്ഷണം ലഭിച്ചിട്ടുണ്ടെന്നും ഇതിനോട് സഹകരിക്കാനാണ് തീരുമാനമെന്നും ജോൺ ബ്രിട്ടാസ് MP. ഇതേവരെ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല എന്നും ജനങ്ങളുടെ ചോദ്യങ്ങളോട് സർക്കാർ പ്രതികരിക്കണമെന്നും ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. അതേസമയം ഇത്തരം വിഷയങ്ങളിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ അഭികാമ്യൻ തരൂരെന്നും ജോൺ ബ്രിട്ടാസ് MP വ്യക്തമാക്കി. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളെക്കുറിച്ച് താൻ അഭിപ്രായം പറയുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രങ്ങളിൽ പോയി ഇന്ത്യയുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ശരിയായൊരു നടപടിയാണ്. അതുകൊണ്ട് തന്നെ അതിനോട് സഹകരിക്കാനാണ് തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ വിശദാംശങ്ങൾ ഇതുവരെ കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. ഏതൊക്കെ രാജ്യത്തേക്ക് ആരൊക്കെ പോകുന്നു, ഓരോ ടീമിലുള്ള മെമ്പർമാരുടെ വിശദാംശങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടില്ല. പോകണമെന്നുള്ള ഒരു അഭിപ്രായം അല്ലെങ്കിൽ അവിടെ നിന്നുള്ളൊരു ആവശ്യം, റിക്വസ്റ്റ് വന്നിരുന്നു. അത് ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാനിലെ നൂർഖാൻ വ്യോമത്താവളം തകർത്തുവെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. ആദ്യമായാണ് തങ്ങളുടെ വ്യോമത്താവളങ്ങളിൽ മിസൈൽ പതിച്ചുവെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നത്. റാവൽപിണ്ടിക്കടുത്തുള്ള നൂർഖാൻ വ്യോമത്താവളത്തിലും മറ്റു ചില സൈനിക കേന്ദ്രങ്ങളിലും 10-ാം തീയതി പുലർച്ചെ 2:30 ഇന്ത്യൻ ബാലിസ്റ്റിക് മിസൈൽ പതിച്ചുവെന്ന് കരസേനാ മേധാവി അസിം മുനീർ തന്നെ അറിയിച്ചുവെന്നാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സ്ഥിരീകരിക്കുന്നത്. സർഗോദയിലെ PF ബേസ്, മുഷാറഫ്, ബോളാരി എയർ സ്പേസ്, ജാക്കോബാബാദിലെ ബേസ്, ഷഹബാസ് എന്നിവയാണ് ഇന്ത്യ ആക്രമിച്ച വ്യോമത്താവളങ്ങൾ. തകർന്നു കിടക്കുന്ന ഈ വ്യോമത്താവളങ്ങളുടെ ചിത്രങ്ങളും ഇന്ത്യ പുറത്തുവിട്ടിരുന്നു. മെയ് 10 പാകിസ്ഥാൻ സൈന്യത്തിന്റെ വക്താവ് അഹമ്മദ് ഷെരീഫും ഇന്ത്യ വ്യോമത്താവളങ്ങൾ ആക്രമിച്ചുവെന്ന് പറഞ്ഞിരുന്നു. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നടന്ന ഒരു പരിപാടിയിലായിരുന്നു പാക് പ്രധാനമന്ത്രി ഇക്കാര്യം തുറന്നടിച്ചത്. മെയ് 9-നും 10-നും ഇടയിലുള്ള രാത്രിയിൽ മിലിറ്ററി ജനറൽ അസിം മുനീർ തന്നെ വിളിച്ചുവെന്നും ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈലുകൾ നൂർഖാൻ എയർബേസുകൾ അടക്കമുള്ളവയെ ആക്രമിച്ചുവെന്നും പറഞ്ഞു. തിരിച്ചടിക്കുമെന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് മിലിറ്ററി ജനറൽ ഇക്കാര്യം പറഞ്ഞതെന്നും ഷഹബാസ് ഷെരീഫ് പറയുന്നു. സംഘർഷ സമയത്ത് 600ഓളം പാക് ഡ്രോണുകൾ ഇന്ത്യ തകർത്തു. 4-5 പാക് ഡ്രോണുകൾക്ക് മാത്രമാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഭേദിക്കാനായത്. ജനവാസ കേന്ദ്രങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും പാകിസ്ഥാൻ ഡ്രോണുകൾ അയച്ചു. അവയെല്ലാം ഇന്ത്യൻ സേന തകർത്തു. ഡ്രോണുകളിൽ മുൻതൂക്കമുണ്ടെന്ന പാക് അവകാശവാദം പൊളിച്ചുവെന്നാണ് സേനാവൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV.
ജമ്മു കശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഷെൽ ആക്രമണത്തിനിരയായ കുടുംബങ്ങൾക്ക് സൈന്യം സഹായമെത്തിച്ചു. അവശ്യ സാധനങ്ങളും മരുന്നുകളുമാണ് വീടുകളിലെത്തിയ സൈന്യം കൈമാറിയത്. ആക്രമണങ്ങളിൽ പരിക്കേറ്റവർക്കും വീടുകൾ തകർന്നവർക്കുമാണ് സഹായം നൽകിയത്. നിയന്ത്രണ രേഖയ്ക്കടുത്തുള്ള പൂഞ്ച് രജൌരി മേഖലകളിലാണ് സൈന്യം പ്രധാനമായും സഹായ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വാർത്തകൾ തുടരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ കേസ് ഒഴിവാക്കാൻ വൻതുക കൈക്കൂലി ആവശ്യപ്പെട്ട സംഭവത്തിൽ കൊച്ചിയിലെ ഇ ഡി ഉന്നത ഉദ്യോഗസ്ഥനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസ്. ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെയാണ് പ്രതി ചേർത്തത്. പരാതിക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഏജന്റുമാരായ വിൽസൺ, രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ്, ചാർട്ടേഡ് അക്കൗണ്ട് രഞ്ജിത്ത് എന്നിവരാണ് മറ്റു പ്രതികൾ. കൊല്ലത്തെ കശുവണ്ടി വ്യവസായിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസ് ഒഴിവാക്കാമെന്ന് വാഗ്ദാനം നൽകി പണം തട്ടാൻ ശ്രമിച്ച കേസിലാണ് ഇ ഡി ഉന്നത ഉദ്യോഗസ്ഥനെ ഒന്നാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പണം വാങ്ങുന്നതിനിടെ പിടിയിലായ ഏജന്റ് വിൽസണാണ് രണ്ടാം പ്രതി. ശേഖർ കുമാറും രണ്ടാം പ്രതി വിൽസണും വളരെ പ്രധാനപ്പെട്ട ചില കേസുകളിലും ഗൂഢാലോചന നടത്തിയെന്നും സൂചനയുണ്ട്. കേസിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് വിജിലൻസ് SP വ്യക്തമാക്കി. അത് FIR-ൽ പരാതിക്കാരൻ്റെ പരാതിയിൽ ഇ ഡി ഉദ്യോഗസ്ഥൻ്റെ പേര് പരാമർശിച്ച് വന്നുള്ള FIR-ൽ അയാളെ ഒന്നാം പ്രതിയായിട്ട് നമ്മൾ പേര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും വിശദമായ ഒരു അന്വേഷണം നടന്നു വരുന്നുണ്ട്. കൈക്കൂലി പണത്തിന്റെ ആദ്യ ഗഡു വാങ്ങുന്നതിനിടെയാണ് ഉദ്യോഗസ്ഥന്റെ ഏജന്റായി പ്രവർത്തിച്ച രണ്ടാം പ്രതി തമ്മനം സ്വദേശി വിൽസൺ വിജിലൻസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ് എന്നയാളെയും ആദ്യ ദിവസം വിജിലൻസ് പിടികൂടി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇ ഡി ഉദ്യോഗസ്ഥനിലേക്ക് കേസെത്തിയത്. ഇതിന് പിന്നാലെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്തും അറസ്റ്റിലായി. അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണല്ലോ, അപ്പോൾ അദ്ദേഹം എല്ലാ സംവിധാനങ്ങളുമായിട്ടും പോയിട്ട് ഇടപെടുന്നതും അതുപോലെ തന്നെ കക്ഷികൾക്ക് വേണ്ടിയിട്ട് ഹാജരാകുന്ന ആളുകൂടിയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ പരാതിക്കാരൻ്റെ അഡ്രസ്സ് വിൽസണെ ഏൽപ്പിച്ച് വിൽസണോട് കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. കൊട്ടാരക്കര സ്വദേശിയായ കശുവണ്ടി വ്യവസായിയാണ് പരാതിക്കാരൻ. സ്ഥാപനത്തിൽ വിറ്റുവരവ് കൂടുതലാണെന്നും കണക്കുകളിൽ കൃത്രിമത്വം നടത്തിയെന്നും കാട്ടി ഇദ്ദേഹത്തിന് 2024 കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ് ലഭിച്ചിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ഇ ഡിക്കെതിരെ കൂടുതൽ ആരോപണം. കേസ് ഒതുക്കി തീർക്കാൻ ഇ ഡി പണം ആവശ്യപ്പെട്ടെന്ന് കൊല്ലം കടപ്പാക്കട സ്വദേശി ജെയിംസ് ജോർജ്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന 2016 ഇ ഡി കേസ് ഒത്തുതീർപ്പാക്കാൻ ഇ ഡിയുടെ ഇടനിലക്കാർ സമീപിച്ചിരുന്നുവെന്നും അന്ന് 2 കോടി രൂപയാണ് ആവശ്യപ്പെട്ടതെന്നും ജെയിംസ് ജോർജ് പറഞ്ഞു. കൊല്ലം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മോഡേൺ ഗ്രൂപ്പ് സ്ഥാപനത്തിന്റെ ചെയർമാനാണ് ജെയിംസ് ജോർജ്. കാര്യം നടത്തി തരാമെന്ന് പറയുന്ന വെറും ഏജന്റുമാരല്ല, കാര്യം നടത്തി കൊടുക്കാമെന്ന് വ്യക്തമായ ഉറപ്പ് ഇ ഡിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അവർക്ക് വേണ്ടി വേല ചെയ്യുന്നവരാണ് ഈ വന്നിരിക്കുന്ന അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത്. കോടതിക്കൊന്നും ചെയ്യാനില്ല. ഞങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടാണ് കോടതി സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തരാനുള്ളത് തന്നെ വെക്കൂ. ഞങ്ങളുടെ റഡാറിൽ നിങ്ങൾ പെട്ടു. ഇതാ അവരുടെ ഭാഷ. മലപ്പുറം കാളികാവ് അടക്കാക്കുണ്ടിലെ നരഭോജി കടുവയുടെ ദൃശ്യങ്ങൾ വനം വകുപ്പിന് ലഭിച്ചു. വനം വകുപ്പിന്റെ ഡാറ്റാബേസിലുള്ള കടുവ തന്നെയെന്ന സ്ഥിരീകരണം. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം നാളെയും തുടരും. നാളെ കുങ്കിയാനകളെയും ദൗത്യത്തിന് ഇറക്കും. ദൗത്യത്തിന്റെ 3-ാം ദിവസം അവസാനിക്കുമ്പോൾ കടുവയുടെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞു എന്ന ആശ്വാസത്തിലാണ് വനംവകുപ്പ്. കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാതിരുന്നത് വനംവകുപ്പിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് കടുവയുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞെന്ന വിവരം ഡോക്ടർ അരുൺ സക്കറിയ അറിയിച്ചത്. അബ്ദുൾ ഗഫൂറിനെ ആക്രമിച്ച അതേയിടത്താണ് കടുവയുടെ സാന്നിധ്യമുള്ളതെന്നും വനംവകുപ്പിന്റെ ഡാറ്റാബേസിലുള്ള കടുവ തന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൂടുതൽ എക്സ്റ്റൻസീവ് ആയിട്ട് നമ്മൾ ആക്കാൻ വേണ്ടി പോവാണ്, അത് ഏരിയ കവർ ചെയ്യാൻ വേണ്ടി പോവാണ്. ദെൻ കൂടുതൽ ക്യാമറ എല്ലാം പൊസിഷൻ മാറ്റി വെക്കണം. ഓക്കെ, ആ വർക്ക് നടക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം കടുവയെ പിടികൂടാനുള്ള ദൗത്യം ആരംഭിച്ചെങ്കിലും വൈകിട്ട് ശക്തമായ മഴ പെയ്തതോടെ ദൗത്യം അവസാനിപ്പിച്ച സംഘം മടങ്ങുകയായിരുന്നു. അതിനിടെ കടുവയെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നും നിരവധി ടാപ്പിംഗ് തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലാണെന്നും AP അനിൽകുമാർ MLA പറഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് കടുവയെ പിടിക്കുക, ഇനി ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഇല്ലാതിരിക്കുക, മനുഷ്യജീവന് അപകടം പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കുക, അതിനു വേണ്ടിയുള്ള അടിയന്തര ഇടപെടലാണ് വേണ്ടത്. ആ ഇടപെടലിന് വിഘാതം ഉണ്ടാക്കുന്ന ഒന്നും ഉണ്ടാക്കരുത് എന്നാണ് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. 50 ക്യാമറ ട്രാപ്പുകളും 2 കൂടുകളുമാണ് നിലവിൽ വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ നാളെ കുങ്കിയാനകളെയും ദൗത്യത്തിനിറക്കും. അമൃത ന്യൂസ്, മലപ്പുറം. മലപ്പുറം കാളികാവ് കടുവ ദൗത്യത്തിനിടെ DFOയ്ക്ക് സ്ഥലം മാറ്റം. നിലമ്പൂർ സൗത്ത് DFO K ധനിക് ലാലിനാണ് സ്ഥലം മാറ്റം. തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് സ്ഥലം മാറ്റിയത്. DFOയുടെ സ്ഥലം മാറ്റം ദൗത്യത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ഡോക്ടർ അരുൺ സക്രിയ പറഞ്ഞു.
മൂവാറ്റുപുഴയിൽ മുൻപുണ്ടായിരുന്ന ഒരു വിജിലൻസ് കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടിയിലാണ് സൗത്ത് DFO ധനിക്ലാലിന്റെ സ്ഥലംമാറ്റമെന്നാണ് വനംവകുപ്പ് സെക്രട്ടറിയുടെ ഉത്തരവിൽ പറയുന്നത്. തിരുവനന്തപുരം ഹെഡ്ക്വാർട്ടേഴ്സിൽ അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആയാണ് സ്ഥലംമാറ്റം. നിലവിലെ ACF ആയ K രാഗേഷാണ് പുതിയ നിലമ്പൂർ സൗത്ത് DFO. ദൗത്യം തുടരുന്നതിനിടെയുള്ള സ്ഥലംമാറ്റം പ്രതികൂലമായി ബാധിക്കുമെന്ന് ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു. ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കുമല്ലോ. പുള്ളിയാണല്ലോ അത് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്, പുള്ളിയാണല്ലോ. ഇതിനൊരു സെറ്റ് ബാക്ക് കുഴപ്പമുണ്ട്. അല്ല, അതെനിക്കറിയില്ല, അത് ഗവൺമെന്റ് തീരുമാനമല്ലേ, ഡിസിഷൻസ് അല്ലേ. പക്ഷെ നമ്മളൊരു ഓപ്പറേഷൻ, അത് ഒരു ചെറിയൊരു ഹീസ് ലീഡിങ് ദാറ്റ് പ്രോസസ്. ആരെ സ്ഥലം മാറ്റണമെന്ന് സർക്കാരിന്റെ തീരുമാനമാണെന്നും ദൗത്യത്തിന് നാഥൻ ഇല്ലാതാകരുതെന്നും KP അനിൽകുമാർ MLA പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സന്ദർഭത്തിൽ ഇത്തരം ഒരു മാറ്റം ഇതിനെ ബാധിക്കരുത് എന്നുള്ളതാണ് ഞങ്ങൾ സൂചിപ്പിക്കാൻ. അല്ല, ഇതുകൊണ്ടൊന്നും മുഖം രക്ഷിക്കാൻ കഴിയില്ല. കാരണം ഇതിനകത്ത് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട്, ഞാൻ പറഞ്ഞല്ലോ, 2 മാസം മുമ്പ് അപകടകരമായ അവസ്ഥയാണ്. ഏത് നിമിഷവും പുലിയായാലും കടുവയായാലും ചാടി വീഴുന്ന സാഹചര്യമുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്കയിലാണുള്ളത്. അതേസമയം കാളികാവിൽ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് മുൻപ് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തതുകൊണ്ടാണ് സ്ഥലംമാറ്റം എന്ന വിമർശനവും ഉയരുന്നുണ്ട്. അമൃത ന്യൂസ്, മലപ്പുറം. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിക്ക് പിന്നാലെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് വീണ്ടും തിരിച്ചടി. 13 പാർട്ടി കൗൺസിലർമാർ രാജിവെച്ച് പുതിയ പാർട്ടി രൂപീകരിച്ചതായി പ്രഖ്യാപിച്ചു. മുകേഷ് ഗോയലിന്റെ നേതൃത്വത്തിലാണ് വിമത നീക്കം. മുകേഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാർ ഇന്ദ്രപ്രസ്ഥ വികാസ് പാർട്ടി എന്ന പേരിലാണ് പുതിയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കടുത്ത പരാജയത്തെ തുടർന്ന് ആം ആദ്മി പാർട്ടിയിൽ ആഭ്യന്തര കലഹം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് 13 കൗൺസിലർമാർ ചേർന്ന് രാജി സമർപ്പിച്ച് പുതിയ പാർട്ടി രൂപീകരിച്ചത്. इंद्रप्रस्थ विकास पार्टी बनाई है, जिसके अंदर पिछले 2.5 वर्षों से जो हम सत्ता में थे, हम दिल्ली की जनता से हमें कहने में कोई संकोच नहीं है, हम उनका काम नहीं करवा पाए. കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് വിട്ട ആം ആദ്മി പാർട്ടിയിൽ ചേർന്നവരാണ് ഇപ്പോൾ പുതിയ പാർട്ടി രൂപീകരിച്ചവരിൽ ഏറെയും. 25 വർഷമായി മുനിസിപ്പൽ കൗൺസിലറായി സേവനമനുഷ്ഠിച്ച ഗോയൽ 2021 കോൺഗ്രസിൽ നിന്ന് AAPയിലേക്ക് മാറിയത്. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ AAP കക്ഷി നേതാവായിരുന്നു മുകേഷ് ഗോയൽ. ഫെബ്രുവരിയിൽ നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദർശ് നഗറിൽ നിന്ന് മുകേഷ് ഗോയൽ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു. പാർട്ടിയിലെ അതൃപ്തി പരിഹരിക്കുന്നതിനായി കഴിഞ്ഞ മാർച്ചിൽ സംഘടനാ അഴിച്ചുപണി നടത്തിയിരുന്നു. മുൻ മന്ത്രി സൗരഭ് ഭരദ്വാജിനെ ഡൽഹി യൂണിറ്റിന്റെ പുതിയ പ്രസിഡന്റായി നിയമിക്കുകയും ചെയ്തു. എന്നാൽ പ്രശ്നങ്ങളൊന്നും തീർന്നില്ല എന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. ലിയോ 14 മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണം നാളെ. ചടങ്ങിൽ 200-ലധികം വിദേശ ഔദ്യോഗിക പ്രതിനിധികൾ നാളെ വത്തിക്കാനിൽ സംഗമിക്കും. വത്തിക്കാൻ കനത്ത സുരക്ഷയിലാണ്. വത്തിക്കാനിൽ ഏകദേശം 6000 പോലീസ് ഉദ്യോഗസ്ഥരും 1000 സന്നദ്ധ പ്രവർത്തകരും ഡ്യൂട്ടിയിലുണ്ടാകും. US വൈസ് പ്രസിഡന്റ് JD വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും US പ്രതിനിധി സംഘത്തെ നയിക്കും. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മത്തറല്ലെ, പ്രധാനമന്ത്രി ജോർജിയ മെലോണി എന്നിവരുൾപ്പെടെ ഇറ്റലിയിലെ നേതാക്കൾ സ്ഥാനാരോഹണ ചടങ്ങിൽ രാജ്യത്തെ പ്രതിനിധീകരിക്കും. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി മുൻ MLA പ്രദീപ് കുമാറിനെ നിയമിച്ചു. KK രാഗേഷ് പ്രൈവറ്റ് സെക്രട്ടറി പദമൊഴിഞ്ഞ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയതിനെ തുടർന്നാണ് പുതിയ നിയമനം. നിർണായകമായ അവസാന വർഷത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഇനി കരുതലോടെ നയിക്കുക സൗമ്യനും മികച്ച സംഘാടകനുമായ പ്രദീപ് കുമാർ ആയിരിക്കും. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ഉത്തരവ് പുറത്തിറക്കി. നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് സുപ്രധാന പദവിയിൽ പ്രദീപ് കുമാർ വരുന്നത്. KK രാഗേഷ് പ്രൈവറ്റ് സെക്രട്ടറി പദത്തിൽ നിന്നും ജില്ലാ സെക്രട്ടറിയായി മാറിയപ്പോൾ കണ്ണൂരിൽ നിന്നുമുള്ള നേതാവ് തന്നെയാകും പുതിയ ചുമതല ഏറ്റെടുക്കുക എന്നാണ് എല്ലാവരും കരുതിയത്. പല പേരുകളും ഉയർന്നു വന്നെങ്കിലും ചർച്ചകളിൽ ഒന്നുമില്ലാതിരുന്ന നേതാവായിരുന്നു കോഴിക്കോട് നിന്നുമുള്ള പ്രദീപ് കുമാർ. കോഴിക്കോട് നോർത്തിൽ തുടർച്ചയായി 3 തവണ MLA ആയിരുന്നപ്പോൾ നിരവധി ജനകീയ പദ്ധതികൾ നടപ്പിലാക്കി ശ്രദ്ധേയനായ നേതാവാണ്. പ്രിസം പദ്ധതിയിലൂടെ കോഴിക്കോട്ടെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മികവിന്റെ കേന്ദ്രമാക്കി മാറ്റിയത് പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു. SFI DYFI കാലം മുതൽ പ്രധാന ചുമതലകൾ നിർവഹിച്ച് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗം വരെ എത്തി നിൽക്കുന്നു. 3ാമതും തുടർഭരണത്തിലേറുമെന്ന പ്രചാരണം ശക്തമാക്കി പാർട്ടി മുന്നോട്ടു പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ജാഗ്രതയോടെ നയിക്കാൻ മികച്ച സംഘാടകനായ പ്രദീപ് കുമാർ മതിയെന്ന് തീരുമാനിക്കുകയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് വലിയ സാമ്പത്തിക ചെലവുള്ള കാര്യമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. സാമ്പത്തിക ചെലവുള്ളതുകൊണ്ടാണ് സ്പോൺസർമാരെ തേടിയത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. 175 കോടി രൂപയോളം ചെലവ് വരും. അനുമതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അർജന്റീന ടീമുമായി കരാർ ഒപ്പിട്ടു. ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. മെസ്സി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തയാഴ്ച വരെ കാത്തിരിക്കാമെന്നും കായിക മന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു. സ്പോൺസർ തന്നെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ തന്നെ അർജന്റീനയുമായി കരാറൊപ്പിട്ടിരിക്കുന്നത്. അത് സർക്കാരല്ല, സർക്കാരൊന്നും ഗ്യാരണ്ടി മാത്രം. അത് സർക്കാരിൻ്റെ ഗ്യാരണ്ടിയും അർജന്റീന ഗവൺമെൻറ് ഫുട്ബോൾ അസോസിയേഷൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.